അയ്യോ മടുത്ത്. തുണി അലക്കി, പാത്രം കഴുകി, പിള്ളേരെ രാവിലെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ചായയും കടിയും കൊടുത്ത് അവരെ സ്കൂളിൽ വിട്ട് അടിച്ചു വാരി പിന്നെ എന്നൊക്കെ ചെയ്തു. തുണി അലക്കി പകുതി ഇനിയും ബക്കറ്റിൽ കിടക്കുക. കുറച്ച് അലക്കി ബാക്കി അലക്കാൻ കിടക്കുന്നു. അയ്യോ മടുത്തു. ഈ അടുക്കളപ്പണിക്കും കൂലി കിട്ടുമായിരുന്നു എന്ത് സുഖമായേനെ അല്ലേ. സ്വന്തം വീട്ടിലെ സ്വന്തം മക്കൾക്കും ഹസ്ബൻഡിനും ഭക്ഷണവും പിന്നെ എന്നതാ വീട് പണിയും അവരുടെ ഡ്രസ്സ് അലക്കുന്നതിനും എല്ലാത്തിനും ഒരു മാസം ചാർജ് തീരാറേ മാസം 5000 രൂപ വെച്ചെങ്കിലും തരുമായിരുന്നെങ്കിൽ അല്ലേ. നമ്മളിപ്പം ജോലിക്ക് പോയാൽ വേറെ ഏതെങ്കിലും വേണ്ടി അടുക്കളപ്പണിക്കാൻ പോകുന്നെങ്കിൽ 10-25,000 രൂപ കിട്ടും. അത് വേണ്ട. അല്ല വല്ല സെയിൽസ് ഗേളായിട്ടോ അല്ലാണ്ടൊക്കെ പോയാൽ കുറഞ്ഞൊരു 10,000 രൂപ കിട്ടുമായിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. അല്ലെങ്കിൽ നേഴ്സൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, നല്ല സാലറി ഉണ്ട്. കിട്ടുമായിരുന്നെങ്കിൽ എന്ത് സുഖമായേനെ അല്ലേ. ഇത് വീട്ടിലെ അടുക്കളപ്പണി മുഴുവൻ ചെയ്യണം, പിള്ളേരെ പഠിപ്പിക്കണം, എല്ലാം ചെയ്തിട്ടോ വീട്ടിലെ ലോൺ അടയ്ക്കാനും പൈസ തരൂലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ തരുന്ന പൈസ നമ്മൾ ലോൺ അടയ്ക്കണം, പിള്ളേരുടെ ഫീസ് അടയ്ക്കണം, സ്കൂൾ ബസ്സിൻ്റെ പൈസ അടയ്ക്കണം, കറണ്ട് ബില്ലടയ്ക്കണം, പിന്നെ വീടാണെങ്കിൽ വാടക കൊടുക്കണം, പിന്നെ വീട്ടിലെ സാധനങ്ങൾ മേടിക്കണം. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു ചെരുപ്പ് മേടിക്കണം എന്ന് തോന്നിയാലോ, അല്ലെ ഒരു ജോഡി ഡ്രസ്സ് എടുക്കണം എന്ന് തോന്നിയാലോ, പോട്ടെ നിസ്സാരം ഒരു 50 രൂപയുടെ കമ്മൽ മേടിക്കണം എന്ന് തോന്നിയപ്പോൾ ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായെന്ന് വരില്ല, എല്ലാം തീർന്നിട്ടുണ്ടാകും. ഇതാണ് വീട്ടിൽ ജോലി ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ പറ്റാത്ത പെൺപിള്ളേരുടെ അവസ്ഥ അല്ലേ. ഈ പറയുന്ന എനിക്കും ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പിള്ളേരെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോകാൻ, അവരെ നോക്കാൻ ആളില്ലെങ്കിൽ എന്നാ ചെയ്യും. അപ്പോൾ നമുക്കൊരു ചെറിയ പൈസ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ ഈ നാട്ടിൽ? എന്നാ പറയുക, അങ്ങനെ തരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. തരാത്തവർ അങ്ങനെയല്ല, ഞാനിപ്പോൾ പറഞ്ഞ ഈ സിറ്റുവേഷനിൽ കൂടെയൊക്കെ പോകുന്നവരാണെങ്കിൽ അതും പറയണേ. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാം.